ഹായ് ഹലോ നമസ്കാരം. സജീന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതുപോലെ എൻ്റെ വീഡിയോയും ഈ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. ഞാൻ ഇന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ ഒന്നുമല്ല കേട്ടോ. ഞാൻ 1.5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അമൃത ചാനലിൽ പറഞ്ഞ ഒരു സ്റ്റാൻഡപ്പ് കോമഡി, അമൃത ചാനലിൽ പറഞ്ഞ് ചീറ്റിപ്പോയൊന്നുമല്ല കേട്ടോ, ഏകദേശം ഒരു 94 മാർക്ക് കിട്ടിയതാ 100-ൽ. ആ സ്റ്റാൻഡപ്പ് കോമഡി ഞാനൊന്ന് പറയാം. ഓക്കെ, സ്റ്റാൻഡപ്പ് കോമഡി എന്ന് ഞാൻ പറയുന്നത് കോമഡിയാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ട് പറയണം. ഓക്കെ, പൊടി തട്ടി ഒന്ന് എടുക്കണ്ടേ, കുറച്ച് നാൾ സ്റ്റാൻഡപ്പ് കോമഡി ആയിട്ടൊക്കെ നടന്നതല്ലേ, എല്ലാം വേണമല്ലോ. അപ്പോൾ ലോൺ ലോൺ ലോൺ, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്, ഐ അവോയ്ഡ്, ബട്ട് ലോൺ ലൈക്സ് മീ, ഐ കാണ്ട് അവോയ്ഡ്. ഇതാണ് എല്ലാവരുടെ അവസ്ഥ. ലോൺ വേണ്ട എന്നും വെച്ച് നമ്മൾ ഇരുന്നാലും മൈക്രോ ഫൈനാൻസിലെ ചില സാറന്മാർ ഇങ്ങോട്ട് നമ്മളെ ഒന്ന് ബ്രെയിൻ വാഷ് ചെയ്യും. നമ്മൾ ഫ്ലാറ്റ്, വേണ്ടാത്ത ലോൺ നമ്മൾ എടുത്തു പോകും. പണ്ടൊക്കെ ആണെങ്കിൽ 4 പെണ്ണുങ്ങൾ കൂടുന്നെടുത്ത് മുടുക്കത്തിന് പിടിയും കൂമ്പിനിടിയും ആണെങ്കിൽ ഇപ്പോൾ 4 പെണ്ണുങ്ങൾ കൂടുന്നെടുത്ത് ഒരു ആധാർ കാർഡ് കയ്യിലുണ്ടോ? എന്താ ലോൺ? അതെ, സ്വയം തൊഴിൽ. അങ്ങനെ ഞങ്ങളുടെ ഈ കുടുംബശ്രീയിലുള്ള അതിനകത്ത് നമുക്ക് ലോൺ സാക്ഷനായി. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ലോൺ വേണ്ട, കാരണം ഞാൻ വലിയ പണക്കാരി ആയതുകൊണ്ടൊന്നും അല്ലേട്ട് മാസം തോറും അടയ്ക്കാനുള്ള നിവൃത്തിയില്ലാത്തത് കൊണ്ട്. അപ്പോൾ ഈ ലോൺ വേണ്ട എന്ന് പറഞ്ഞ ഉടനെ കൂട്ടത്തിലിരുന്ന് ഒരുത്തി ചാടിയൊക്കെ വീണ്, സജീനക്ക് ലോൺ വേണമെങ്കിൽ അതിങ്ങ് എടുത്തു കൊടുക്കാൻ. എൻ്റെ പൊന്നെ, ഞാൻ ആ ലോൺ അവൾക്ക് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ 8 അല്ല ഇറിൻ്റെ പണി എനിക്ക് കിട്ടും. കാരണം ലോൺ മൊത്തം ഞാൻ അടയ്ക്കുകയും വേണം, പൈസ തൊട്ട് അവൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ലടി, എനിക്ക് എൻ്റെ ഒരു കുറച്ച് സ്വർണ്ണം പണയം തീരുമ്പോൾ എനിക്ക് ആ ലോൺ അതെടുക്കണം, ലോൺ എനിക്ക് വേണമെന്ന്. അതിന് ശേഷം അവൾക്ക് എന്നെ കാണുമ്പോൾ ഒരു മുറമുറപ്പ്. ഞാൻ വിചാരിച്ച അവളോടെ മുറുകിക്കൊണ്ടിരിക്കട്ടെ, നമ്മൾ എടുത്തു കൊടുത്തിട്ട് എൻ്റെ പിന്നെ നടക്കുന്നതിനെക്കാട്ടി എത്രയോ നല്ലതാണ് ഇച്ചിരി മുറുമുറുത്തിട്ടങ്ങ് പോകുന്നത്. നമ്മുടെ എല്ലാ പ്രൂഫുമായിട്ട് നമ്മൾ മൈക്രോ ഫൈനാൻസിൻ്റെ ഓഫീസിലോട്ട് ചെന്ന് അവർ ഓരോ പ്രൂഫ് എടുത്ത് വെച്ച് നോക്കി. അപ്പോൾ അവസാനം എൻ്റെ അത് ചെന്ന് ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെ ആധാർ കാർഡ് എടുത്ത് വെച്ച് അതിലോട്ട് നോക്കും, എൻ്റെ മുഖത്ത് നോക്കും, ആധാറിൽ നോക്കും, എൻ്റെ മുഖത്ത് നോക്കും. ഞാൻ പറഞ്ഞു, നോക്കണ്ടടാ ഉണ്ണി, അത് ഞാൻ തന്നെ ആണെന്ന്. അപ്പോൾ അവർ നോക്കിയിട്ട് പറയാം, അല്ലല്ല, ഈ ഫോട്ടോയ്ക്കകത്ത് ഇയാളുടെ വലത് ഭാഗത്ത് ഒരു മറവ് കാണുന്നുണ്ടല്ലോ, അത് ഈ ഫോട്ടോയിലില്ലെന്ന്. സത്യം പറഞ്ഞാൽ പകച്ചുപോയി എൻ്റെ ബാല്യം. കാരണം ആധാർ കാർഡ് അതിനകത്ത് ഉള്ള ആ ചെറിയ ഡോട്ട് കണ്ടുപിടിച്ചാൽ ചേച്ചിയെ സമ്മതിക്കണം. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന് ചേച്ചി, അതെനിക്കിവിടെ ഒരു കറുത്ത മറവുണ്ടായിരുന്നു, ഒരു ക്രീം ഇട്ടപ്പോൾ അതങ്ങ് പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ക്രീം എന്ന് കേട്ടപ്പോഴത്തേക്ക് ആ ചേച്ചി ചാടിയുണ്ട്, കാരണം ആ ചേച്ചിയുടെ ഫേസ് ഫുള്ളും ഡാർക്ക് സ്പോട്ടായിരുന്നു. അത് അങ്ങനെ ഒരു ക്രീമുണ്ട്. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു ക്രീമുണ്ട്. കാരണം അന്ന് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊമോട്ടറായിട്ടാണ്, അതായത് കോസ്മെറ്റിക്സ് കമ്പനിയുടെ പ്രൊമോട്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ആ ചേച്ചിയെ ബ്രെയിൻ വാഷ് ചെയ്ത് അവിടെ അങ്ങ് വീഴ്ത്തി. ആ ചേച്ചി 2 ക്രീമിന് ഓർഡർ വന്നു. അടുത്തത്, അപ്പോൾ ആ ആധാർ കാർഡ് അങ്ങനെ ആ ഒരു മിസ്റ്റേക്ക് ഉള്ളതിനെ തിരുത്തിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞ് അതിന് തിരിച്ചു തന്നു. അത് കഴിഞ്ഞെടുത്തത് എന്താണ്, എൻ്റെ SSLC ബുക്ക്. അതെടുത്തപ്പോഴത്തേക്കും അതിനകത്തും ഒരു കുത്തിൻ്റെ പ്രശ്നം. എന്താ? എൻ്റെ പേര് സജീന എന്നെന്ന, നടുക്കൊരു കുത്തില്ല, പക്ഷേ ആ ബുക്കിനകത്ത് സജീന കുത്ത് എന്നെന്ന്. അപ്പോൾ ആ കുത്ത് മാറ്റിയിട്ട് വരണമെന്ന് പറഞ്ഞ് അതും ഇങ്ങ് എടുത്തു വന്നു. അത് കഴിഞ്ഞ് പ്രൂഫ് എടുത്തു കൊടുത്ത ഏതാ? ആ റേഷൻ കാർഡ്. അതിനകത്ത് അതിനേക്കാളും വിറ്റ്. റേഷൻ കാർഡിലാണെങ്കിൽ എൻ്റെ ബാപ്പായെക്കാട്ടി പ്രായം എനിക്കതിനകത്ത്. പിന്നെ അതും തിരുത്തി തരാൻ വേണ്ടി ഇങ്ങ് എടുത്തു തന്നു. അവസാനം ഇതെല്ലാം തിരുത്താൻ കൊണ്ടു കിടന്നു. ഞാൻ SSLC ബുക്കിലെ മാർക്ക് ലിസ്റ്റ് ഒന്ന് തിരുത്താൻ നോക്കി, പക്ഷെ നടന്നില്ല. അങ്ങനെ അവസാനം എല്ലാം റെഡിയായി. അപ്പോൾ ഈ ലോൺ എടുക്കാൻ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ ആവശ്യമാണല്ലോ. ഇവരെല്ലാവരും വന്നിരിക്കുന്നത് എങ്ങനെയാ? ഭർത്താവ് അറിയാതെ ലോൺ എടുക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോമിനായിട്ട് സൈൻ ചെയ്യണമെങ്കിൽ ഭർത്താവ് തന്നെ വരണം. എല്ലാവരും ലോൺ എടുക്കാൻ വന്നിരിക്കുന്ന ഭർത്താവ് അറിയാതിരിക്കാൻ വേണ്ടിയാ. അത് നടക്കുന്ന കാര്യമാണ് ഈ ഞാനും. അവസാനം എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് ഒപ്പിച്ച് ലോണാണ്. ഇപ്പോൾ ഒരുത്തി ലോൺ എടുക്കുന്നത് എന്തിനാ? ഭർത്താവിൻ്റെ കുടി മാറ്റാനായിട്ടാണ്. പത്രത്തിലൊരു പരസ്യം കണ്ട്, മദ്യപാനെ അറിയാതെ എങ്ങനെ മദ്യപാനം നിർത്താം, അതിന് വേണ്ടിയിട്ടാണ് ഈ ലോൺ എടുക്കുന്നത്. ഇവിടെ ഈ ലോൺ എടുത്ത് എന്താ ചെയ്ത്, ആ പത്രത്തിൽ പരസ്യം കണ്ട അവർക്ക് അങ്ങോട്ട് അയച്ചു കൊടുത്തു. അവർ കുറച്ച് മരുന്നും കോഴ്സും എല്ലാം കൂടെ ഇങ്ങോട്ട് അയച്ച്, ഇവിടെ ഇതെല്ലാം കൂടെ കൊണ്ടുചെന്ന് ഭർത്താവിനെ അങ്ങോട്ട് കുടിപ്പിച്ച് ലോൺ അടച്ച് തീർത്ത്, അതിൻ്റെ പലിശയും കൊടുത്ത് തീർന്നു. അടുത്ത ലോണ് സാക്ഷനായിട്ടും ഇങ്ങനെ കുടിക്കുക യാതൊരു വിധ കുറവുമില്ല. അവസാനം ഇവിടെ തലയെ കൈയും വെച്ചൊരു പ്രാക്കങ്ങ് പ്രാവി, എൻ്റെ കാലമാടാ, ഇത്രയും രൂപ മുടക്കി ഞാൻ നിങ്ങളെ കുടി മാറ്റിയിട്ട് നിങ്ങൾ ഈ കുടിയൊന്നും നിർത്തുന്നില്ലല്ലോ എന്ന്. അപ്പോൾ അതാണ്ട് കിടക്കുന്നതാ ചേട്ടൻ്റെ ഒരു മാസ് ഡയലോഗ്. ഇടി വെണ്ണുമ്പിള്ളേ, കുടി നിർത്തിയത് ഞാൻ കൂടി അറിയണ്ടേ? ഈ മദ്യപാനെ അറിയാതെ എങ്ങനെ കുടി നിർത്താൻ പറ്റുമെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത്? അറ്റ്ലീസ്റ്റ് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഞാനെങ്കിലും അറിയണ്ടേ എൻ്റെ കുടി മാറ്റിയെന്ന്. ചേച്ചി അവിടെ ഫ്ലോപ്പായി. അപ്പോൾ ചേട്ടൻ ഇത് സപ്പോർട്ടായിട്ട് പറയുന്നത് കണ്ടുകൊണ്ട് ചേച്ചി എന്താ ഇത് വേറൊരു പരസ്യം എടുത്തുകൊണ്ട് ഓടി വന്നു.
പൊന്നു മനുഷ്യ, അങ്ങനെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതാ ഈ നമ്പറിലോട്ടൊന്ന് വിളി. അപ്പോൾ അയാൾ പറഞ്ഞു, ഇത് ഉടായ്പാണ്, പൈസ തട്ടിക്കാനുള്ള പരിപാടിയാണ്, ഇത് വേണ്ട, ഇതൊന്നും ശരിയാവത്തില്ലെന്ന്. പറ്റത്തില്ല. ആ ചേച്ചി നിർബന്ധിച്ച് ഭർത്താവിനെ കൊണ്ട് ആ നമ്പറിലങ്ങ് വിളിപ്പിച്ചു. പക്ഷേ അത് പ്രയോജനത്തിൽ വന്നു കേട്ടാ. അതോടുകൂടി ചേട്ടൻ പുറത്തു പോയി മദ്യപിച്ച് വഴിയിലരികി കിടക്കുന്ന ശീലം അങ്ങ് മാറി. പണ്ടൊക്കെ കുടിച്ച് കഴിഞ്ഞ് റോഡരികി കിടക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ എടുത്തുകൊണ്ടൊന്ന് വീട്ടിൽ തള്ളിയിട്ട് പോകുമായിരുന്നു പതിവ്. ഇപ്പോൾ വീട്ടിനകത്തിരുന്ന അടി. എന്തോ കാര്യം? ആ പത്രത്തിൽ പരസ്യം കൊടുത്തിരുന്നത് ഏത് കോണ്ടാക്റ്റാ? നിങ്ങൾ മദ്യപാനിയാണോ? വിഷമിക്കണ്ട, ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പരസ്യം. അത് ഓൺലൈൻ സർവീസുകാരായിരുന്നു. അപ്പോൾ ചേട്ടൻ വീട്ടിലിരുന്ന് ഓർഡർ ചെയ്യും, അവർ വീട്ടിൽ കൊണ്ടുവന്ന് സാധനം കൊടുക്കും. ചേട്ടൻ വീട്ടിൽ നിന്ന് അടിക്കും, ചേച്ചി ലോൺ അടയ്ക്കാൻ വയ്ക്കുന്ന പൈസ എടുത്ത് ടിപ്പും കൊടുക്കും. അതാണ് പരിപാടി. പിന്നെ വേറൊരു ചേച്ചി ലോൺ എടുത്ത് ഭർത്താവിനൊരു പ്രസ്സം കൊടുത്തു. ജീവിക്കണ്ടേ? നമ്മളൊക്കെ എന്താണ് ചെയ്യുന്നത്? ഭർത്താവിനൊരു പ്രസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ലോൺ അടയ്ക്കണമല്ലോ. ബാങ്കിൽ നിന്ന് വീട് ലോൺ വെച്ചിരിക്കുമായിരുന്നു. ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നു. ഈ നോട്ടീസ് ഇങ്ങനെ കയ്യിൽ കിട്ടിയത് ഇങ്ങനെ എന്ത് ചെയ്തു, 1000 എണ്ണം അത് അച്ചടിച്ച് അവിടെ അങ്ങ് വെച്ച്. ഇങ്ങനെ വിചാരിച്ചെന്താ ഇത് കോപ്പി അടിച്ച് വയ്ക്കാനുള്ളതാണെന്ന്. അപ്പോൾ ചെണ്ടയും മേളമായിട്ട് ബാങ്കുകാർ ജപ്തി ചെയ്യാൻ വരുമ്പോഴാണ് അറിയുന്നത് ഇയാളെ കയ്യിൽ ഇത് കിട്ടിയിട്ട് ഇയാളിത് അച്ചടിച്ച് 5000 നോട്ട് 10,000 അടിച്ചവിടെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ പൈസയും പോയാൽ പിന്നെ അവസാനം എന്തുമായി? നാട്ടുകാർ അറിയണ്ടെന്ന് പറഞ്ഞ് ഇവർ മറച്ചു വെച്ചിരുന്നു. അവസാനം കപ്പലണ്ടി കച്ചവടക്കാർക്ക് തൂക്കി വിൽക്കേണ്ടി വന്നു ആ പേപ്പർ ഇത്രയും കൂടെ. ഇപ്പോൾ കപ്പലണ്ടി മേടിച്ച് തിന്നുന്ന എല്ലാവരും അറിഞ്ഞ് അവരുടെ വീട് ജപ്തിയായെന്നുള്ളത്. അതൊരു കാര്യം. പിന്നെ ഭർത്താവിനെ നോക്കാൻ എന്തെങ്കിലും ലോണുണ്ടോ? അതൊട്ടില്ലേം താനും. അഥവാ ഈ വീട് പട്ടിണി ആവണ്ട എന്ന് വിചാരിച്ച് നമ്മളേതെങ്കിലും കമ്പനിയിൽ ജോലിക്ക് പോയാലോ? ആ കമ്പനിയിലുള്ള ആളുമായിട്ട് നമ്മൾ കമ്പനിയാണെന്ന് പറഞ്ഞുണ്ടാക്കുന്ന നാട്ടുകാരാണ് നമുക്കുള്ളത്, അല്ലേ? അതേന്നെ. അതേപോലെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്നത് പെണ്ണും കള്ളും കഞ്ചാവും ഒന്നുമല്ല, ലോണാന്നേ. ഒരു പ്രാവശ്യം നമ്മൾ ഈ ലോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പിന്മാറാൻ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. നമ്മളതിന് അഡിക്റ്റായി പോകും. സത്യമല്ലേ? ഇത് കണക്ക് എൻ്റെ അനിയത്തിയുടെ കല്യാണത്തിനായിട്ട് ലോൺ എടുക്കാൻ വേണ്ടി വാപ്പായും ഉമ്മായും കൂടെ പ്രമാണം കൊണ്ട് ബാങ്കിലോട്ട് ചെന്നു. അവിടെ ചെന്നപ്പോൾ ഇത്രയും വലിയൊരു നീണ്ട ലിസ്റ്റിംഗ് എടുത്ത് കൊണ്ട് ചെല്ലേണ്ടുന്ന പ്രൂഫിൻ്റെ ആ പ്രൂഫ് ഇത്രയും തയ്യാറാക്കി വരുമ്പോൾ തന്നെ 5 പവൻ്റെ സ്വർണ്ണം മേടിക്കാനുള്ള പൈസ അങ്ങ് ചിലവാകും. പിന്നെ എല്ലാം തട്ടി കൂട്ടി കഴിച്ചവരെ 10 ലക്ഷം രൂപ നമ്മൾ ലോൺ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവരുടെ പിടിയും വലിയും വെട്ടും കുത്തും ചവിട്ടും എല്ലാം കഴിഞ്ഞ് കിട്ടുന്നത് ഒരു 5-5.5 ലക്ഷം രൂപയായിരിക്കും. ഈ പൈസ സാക്ഷനായി വരുന്ന സമയം കൊണ്ട് ഇവിടെ കെട്ടിച്ച് ഒരു കൊച്ചാവും. ആ സമയം എടുക്കും ഈ പൈസ സാക്ഷനായിട്ട് വരാനായിട്ട്. അവസാനം ഇവർ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ വേണ്ട, ലോൺ വയ്ക്കുന്നത് നഷ്ടമാണെന്ന് വിചാരിച്ചുകൊണ്ട് ലോൺ അങ്ങ് വേണ്ടാന്ന് വെച്ച്. എന്നിട്ട് എന്തോ ഇത് ആ ഉള്ള കിടപ്പാടം വിറ്റിട്ട് അവളെ ഇറക്കി. ഇപ്പോൾ 2 സെൻറ്റ് സ്ഥലം മേടിക്കാനായിട്ട് കണ്ട ബാങ്ക് തൊത്തും കയറി ഇറങ്ങി നടക്കുവാണ് എൻ്റെ വാപ്പായും ഉമ്മയും. അതാണ് പറയുന്നത്, നമ്മുടെ ബാങ്ക് ലോണെന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു അഡിക്ഷനാണ്. ഒരിക്കലും നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഒരു ലോൺ ഇതും എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു, അയ്യോ എന്നും പറഞ്ഞ് നമ്മൾ തലയെ കൈവച്ച് പ്രാവും. ആ ലോൺ തീരാൻ 1 മാസം ആവുന്നതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം അടുത്ത ചാടി വരും. അതിന് മുമ്പേ നമ്മളെന്ന് ചോദിക്കും അടുത്ത ലോൺ ഉടനെ കിട്ടുമോ? ഇതാണ് നമ്മുടെയൊക്കെ ലൈഫ്, അല്ലേ? ഇത് അത്ര പേർക്ക് റിലേറ്റ് ആവുന്നുണ്ട്. സത്യസന്ധമായിട്ടുള്ള റിപ്ലൈ തരണം കേട്ടാ. ഇതൊരു സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറഞ്ഞാണ് ഞാൻ അവതരിപ്പിച്ചത്. കോമഡിയായിട്ട് നിങ്ങൾക്ക് തോന്നിയില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ എടുത്ത് വരയ്ക്കും. താങ്ക് യു.